ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. ബ്രസീലിന്റെ വേൾഡ് കപ്പ് സ്ക്വാഡുമായി ബന്ധപ്പെട്ട ഒരു ലേഖനം ഇന്നലെ ESPN ബ്രസീൽ പങ്കുവച്ചിരുന്നു. അതായത് വേൾഡ് കപ്പ് സ്ക്വാഡിൽ സംഭവിച്ചേക്കാവുന്ന മാറ്റങ്ങളെക്കുറിച്ചാണ് അവർ വിശകലനം ചെയ്തിട്ടുള്ളത്. അത് നേരത്തെ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. പക്ഷേ അപ്പോഴും സമ്പൂർണ്ണ സ്ക്വാഡ് എങ്ങനെയാകും എന്നുള്ളത് നമുക്ക് ലഭിച്ചിരുന്നില്ല. അതിപ്പോൾ ESPN ബ്രസീൽ തന്നെ പുറത്തുവിട്ടിട്ടുണ്ട്. അതായത് നിലവിലെ സാഹചര്യത്തിൽ അടുത്ത വേൾഡ് കപ്പിനുള്ള ബ്രസീലിന്റെ 26 അംഗ സ്ക്വാഡ് എന്തായിരിക്കും എന്നുള്ളത് ESPN ബ്രസീൽ ഇപ്പോൾ പുറത്തുവിട്ടിട്ടുണ്ട്. അതാണ് നമ്മൾ പരിശോധിക്കുന്നത്. ഏറ്റവും നിരാശ നൽകുന്ന കാര്യം എന്തെന്നാൽ ഈ സാധ്യതാ സ്ക്വാഡിൽ നെയ്മർ ജൂനിയർക്ക് ഇടം ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ്. അതായത് ഈ സ്ക്വാഡിൽ മാറ്റം സംഭവിക്കാം, പക്ഷെ നെയ്മർ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് ഇപ്പോഴും അവ്യക്തമായ ഒരു കാര്യമാണ്. ഏതായാലും ബ്രസീലിന്റെ സ്ക്വാഡിലേക്ക് വരുമ്പോൾ ഗോൾ കീപ്പർമാരായിക്കൊണ്ട് ആലിസൺ ബക്കർ, എഡേഴ്സൺ ബെൻഡോ, ഈ 3 താരങ്ങൾക്കാണ് സാധ്യതകൾ ഉള്ളത്. ഇനി പ്രതിരോധ നിരയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഇടത് വിങ് ബാക്ക് ആയിക്കൊണ്ട് ഡഗ്ലസ് സാന്റോസ്, അലക്സാൻഡ്രോ, ഈ 2 താരങ്ങൾക്കാണ് സാധ്യതകൾ. അതുപോലെ തന്നെ സെന്റർ ബാക്ക് പൊസിഷനിൽ 4 താരങ്ങളെ കൊണ്ടുവരും. ഗബ്രിയേൽ മഗല്ലസ്, ബ്രമർ, മാർക്കിഞ്ഞോസ്, ലിയോ പെരേര. അതുപോലെ തന്നെ റൈറ്റ് ബാക്ക് പൊസിഷനിലേക്ക് 3 താരങ്ങളെ കൊണ്ടുവരും. വെസ്ലി, ഇബാനസ്, ഡാനിലോ. ഇതിൽ ഇബാനസിനെ റൈറ്റ് ബാക്ക് ആയിക്കൊണ്ടും അതുപോലെ തന്നെ സെന്റർ ബാക്ക് ആയിക്കൊണ്ടും ഉപയോഗപ്പെടുത്താം. ഇനി മധ്യനിരയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഡിഫൻസീവ് മിഡ്ഫീൽഡർമാരായിക്കൊണ്ട് കാസമിറോ, ഫാബിഞ്ഞോ, ബ്രൂണോ ഗെമിറസ്, ഡാനിലോ, ആൻഡ്രേ സാന്റോസ് എന്നിവർക്കാണ് സാധ്യതകൾ ഉള്ളത്. അതുപോലെ തന്നെ അറ്റാക്കിംഗ് മിഡ്ഫീൽഡർമാരുടെ റോളിൽ റാഫീഞ്ഞ, ലുക്കാസ് പക്കേറ്റ എന്നിവർക്ക് സാധ്യതകൾ കൽപ്പിക്കപ്പെടുന്നു. മുന്നേറ്റ നിരയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഇടത് വിങ്ങിൽ വിനീഷ്യസ് ജൂനിയറും ഗബ്രിയേൽ മാർട്ടിനെല്ലിയും ഉണ്ടാകും. വലത് വിങ്ങിൽ എൻട്രിക്കും അതുപോലെ തന്നെ ലൂയിസ് ഹെൻട്രിക്കുമാണ് ഉണ്ടാവുക. ഇനി സെൻട്രൽ ഫോർവേഡിന്റെ കാര്യത്തിൽ മാത്യൂസ് കുഞ്ഞ, ജാവോ പെഡ്രോ, ഇഗോർ തിയാഗോ, ഇങ്ങനെ 3 താരങ്ങൾ ഉണ്ടാകും. അതായത് എഡർ മിലിറ്റാവോ ഉണ്ടാകില്ല. എസ്റ്റവായോ വില്ലിന്റെ കാര്യത്തിൽ ഉറപ്പില്ലാത്തത് കൊണ്ട് തന്നെ അദ്ദേഹത്തെ ഈ സ്ക്വാഡിൽ നിന്നും ഇപ്പോൾ ഒഴിവാക്കിയിട്ടുണ്ട്. അങ്ങനെയാണ് എൻട്രിക്കും ഇഗോർ തിയാഗോയും അതുപോലെ തന്നെ ലുക്കാസ് പക്കേറ്റയും ഒക്കെ ഇതിൽ ഇടം കണ്ടെത്തിയിട്ടുള്ളത്. നെയ്മറുടെ കാര്യത്തിൽ വ്യക്തത ഇല്ലാത്തത് കൊണ്ട് തന്നെ നെയ്മറേയും ഈ ഒരു സാധ്യതാ സ്ക്വാഡിൽ നിന്നും അവർ ഒഴിവാക്കിയിട്ടുണ്ട്. ഇങ്ങനെയാണ് ബ്രസീലിന്റെ വേൾഡ് കപ്പിനുള്ള സ്ക്വാഡ്, ഒരു സാധ്യതാ സ്ക്വാഡ് വരുന്നത്. ഇതുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് പങ്കുവെക്കാം. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോയിൽ കാണാം.